അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അള്ളാഹുവിന് നന്ദിയുള്ള ആളുകളായി മരണപ്പെടാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകളായി അതേ രൂപത്തിൽ അള്ളാഹു നാളെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആയിരിക്കണം നാളെ മഹ്ശറയിൽ നമ്മൾ എത്തിച്ചേരേണ്ടത്. അതാകണം നമ്മളുടെ മരണം, ആ രൂപത്തിലാകണം നമ്മുടെ യാത്ര എന്നാഗ്രഹിക്കുന്ന ആളുകളാകണം നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾക്കറിയാം. ആരായിരുന്നു പ്രവാചകൻ, എന്തായിരുന്നു പ്രവാചകന് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള പദവി എന്താണ് എന്ന് നമ്മൾക്കറിയാം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആ ചോദിക്കാനുണ്ടായ സന്ദർഭം നമ്മൾക്കൊരു പക്ഷെ അറിയാം. ആ ചോദിക്കുന്നത് ഇങ്ങനെയാണ്: പ്രവാചകരെ, താങ്കളുടെ കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു തന്നിട്ടുണ്ട്. പിന്നെ എന്തിനാണ്, ആ സ്ഥിതിക്ക് പിന്നെ എന്തിനാണ് താങ്കൾ ഇത്രത്തോളം കഷ്ടപ്പെടുന്നത് എന്നാണ്. ആയിഷ റളിയല്ലാഹു ചോദിക്കുന്ന ചോദ്യം ഇത്രമാത്രമാണ്: എല്ലാ പാപങ്ങളും പുറത്തു തന്നിട്ടുണ്ട്, ഇനി വരാനിരിക്കുന്ന പാപങ്ങളും പുറത്തു തന്നിട്ടുണ്ട്. റസൂലെ, നിങ്ങൾക്ക് സ്വർഗം ഉറപ്പാണ്. അങ്ങനെയുള്ള സ്ഥിതിക്ക് പിന്നെ എന്തിനാണ് ഇത്രത്തോളം കഷ്ടപ്പെടുന്നത് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന മറുപടി: യാ ആയിഷ, അഫലാ അകൂനു അബദൻ ശകൂറാ. അല്ലയോ ആയിഷ, ഞാൻ അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന അടിമയാവേണ്ടതില്ലേ എന്നുള്ളൊരു ചോദ്യമാണ്. ഈ ചോദ്യം ചോദിക്കാനുണ്ടായ സന്ദർഭം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾക്കറിയാം. രാത്രി കാലങ്ങളിൽ അമിതമായി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാലുകളിൽ നീര് വരുമാറ് നമസ്കരിക്കാറുണ്ടായിരുന്നു എന്ന്. ആ നമസ്കാര വേളകളിലാണ് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചത്, എന്തിനാണ് ഇത്രമാത്രം കഷ്ടപ്പെടുന്നത് എന്ന്. സ്വർഗം ഉറപ്പാണ്, എല്ലാ പാപങ്ങളും പുറത്തു നിന്നിട്ടുണ്ട്, ഇനി വരാനിരിക്കുന്ന പാപങ്ങളും പുറത്തു നിന്നിട്ടുണ്ട്, പിന്നെ എന്തിനാണ് ഇത്രത്തോളം കഷ്ടപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുന്ന ചോദ്യം, ഞാൻ അള്ളാഹുവിനോട് നന്ദിയുള്ള അടിമയാകേണ്ടതില്ലേ ആയിഷ എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾക്കൊരുപാട് പാഠങ്ങളുണ്ട്. നമ്മൾ മരണപ്പെടുന്നതിന് മുമ്പ് ഞാൻ അള്ളാഹുവിനോട് നന്ദി കാണിച്ചവനാണ് എന്ന് ഉറപ്പു പറഞ്ഞ് ആ രൂപത്തിൽ സമാധാനമടഞ്ഞ ആത്മാവേ എന്ന് വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകണം. ആ സമാധാനമടഞ്ഞ ആത്മാവേ എന്ന് വിളിക്കുമ്പോൾ അതിൽ എൻ്റെ പേരും നിങ്ങളുടെ പേരും ഉണ്ടാകണം. നമ്മൾ മരണപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ നമസ്കാരങ്ങളെ നമ്മൾ കൃത്യമാക്കണം, നമ്മളുടെ ഇബാദത്തുകൾ നമ്മൾ കൃത്യമാക്കണം. അതിന് പറ്റിയൊരു അവസരമാണ് നമ്മൾക്ക് വന്നെത്തിയിട്ടുള്ളത്. അതായത് സുബഹി നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾക്കറിയാം, സുബഹി നമസ്കാരം കുറച്ച് വൈകിട്ടാണ്. 5:30 അല്ലെങ്കിൽ 5:35, 5:40 ജമാഅത്ത് പല പള്ളികളിലും. 5:43 ഞങ്ങളുടെ നാട്ടിലെ പള്ളിയിലെ ജമാഅത്ത്. ഈ 5:43 ആകുമ്പോൾ ഒരുപാട് സമയം നമ്മൾക്ക് ലഭിക്കാൻ. 5 മണിക്ക് ജമാഅത്ത്, 5:05 ജമാഅത്ത് ഉണ്ടായ കാലുണ്ട്, 4:45 ജമാഅത്ത് ഉണ്ടായ കാലുണ്ട്. പക്ഷെ നമ്മൾക്ക് തഹജ്ജുദ് നമസ്കരിക്കാനുള്ള അവസരം ലഭിക്കാൻ. നോമ്പ് വരാൻ പോവാൻ, ആ നോമ്പിന് മുന്നോടിയായി നമ്മൾക്ക് ഇതിലൊരു ട്രെയിനിങ് നടത്താൻ പറ്റും. ഈ 5:30 ജമാഅത്ത് നടക്കുന്നതിന് മുമ്പ് ഒരു 5 മണിക്ക് എഴുന്നേറ്റ്, നമ്മൾക്ക് ബാങ്ക് വിളിക്കുന്നതിന് കുറച്ച് മുമ്പായി എഴുന്നേറ്റ്, അല്ലെങ്കിൽ 4:30 എഴുന്നേറ്റ് ആ നമസ്കാരം നിർവഹിച്ച് പള്ളിയിലേക്ക് പോകാനുള്ള അവസരമുണ്ട്. ആ അവസരത്തെ ഉപയോഗപ്പെടുത്താൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്നുള്ളതാണ്. എന്തിനാണ് നമ്മൾ ഈ പറയുന്ന രൂപത്തിൽ രാത്രികളെ സജീവമാക്കേണ്ടത് എന്നുള്ളതിൻ്റെ കൃത്യമായ ഉദാഹരണം, എങ്ങനെയാണ് രാത്രി നമസ്കാരത്തിന് തുടക്കം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവ യൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറയാണ്, വസ്ത്രം കൊണ്ട് മൂടിക്കിടന്നവനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ ഖദീജ ബീവിയുടെ അടുക്കലേക്ക് ഓടിച്ചെന്ന് സമ്മിലൂനി എന്ന് പറയുന്ന സന്ദർഭം നമ്മൾക്കറിയാം. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹുവിന്റെ കൽപ്പന എങ്ങനെയാണ്, നീ നമസ്കരിക്കണം, രാത്രികളെ സജീവമാക്കണം എന്ന് പറയുകയും ആ രാത്രികളെ സജീവമാക്കണമെന്ന് പറയുന്നതോടൊപ്പം അത് നിർബന്ധമായി എന്ന് മനസ്സിലാക്കി അനുചരന്മാരായ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരായ ആളുകളും അവര് അത് നിർബന്ധമായി മനസ്സിലാക്കുകയും ആ നമസ്കാരം നിലനിർത്തുകയും ചെയ്യുകയാണ്. പിന്നീട് അങ്ങോട്ട് ആ സൂറത്തിലെ തന്നെ ആയത്തുകൾ നമ്മൾ കാണാൻ സാധിക്കും. പിന്നീടുള്ള മറ്റൊരു സൂറത്തിലെ ആയത്തുകൾ നമ്മൾ കാണാൻ സാധിക്കും. ആ ആയത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, രോഗങ്ങളുള്ള ആളുകൾ ഉണ്ടാകാം,
ഈ യാത്രകളിലുള്ള ആളുകൾ ഉണ്ടാകാം, അങ്ങനെ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഉണ്ടാകാം. അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്ന രൂപത്തിൽ ചെറിയ സൂറത്തുകളാണ് എങ്കിൽ ചെറിയ സൂറത്ത്, ചില ആയത്തുകളാണ് എങ്കിൽ ചില ആയത്തുകൾ അത് ഓതിയിട്ട് നമസ്കാരത്തെ നിങ്ങൾ നിലനിർത്തണമെന്ന്. രാത്രി നമസ്കാരം കഴിഞ്ഞു ഒരു പക്ഷെ ചില ആളുകൾക്ക് ഭയപ്പാടുണ്ടാകാം, ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ എഴുന്നേൽക്കണമെന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം? രാത്രി കിടക്കുന്നതിന് മുമ്പ് 3 റക്അത്തെങ്കിലും നമസ്കരിച്ച് കിടക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. ഇത് നിലനിർത്തുന്ന രൂപത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന്. ഏതൊക്കെ രീതിയിലാണ് ഗുണങ്ങൾ? അതെന്തിൻ്റെയൊക്കെ ലക്ഷണങ്ങളാണ് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമതായി, അതൊരു മുഅ്മിനിന്റെ ലക്ഷണമാണ് എന്നുള്ളതാണ്. ഒരു മുഅ്മിനിന്റെ ലക്ഷണമാണ്. യഥാർത്ഥ മുഅ്മിൻ ആരാണോ അവന്റെ ലക്ഷണം രാത്രികളെ സജീവമാക്കുമെന്നുള്ളതാണ്. യഥാർത്ഥ മുസ്ലിം ആരാണോ അവൻ രാത്രികളെ സജീവമാക്കുമെന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവരുടെ ഗുണമാണ് എന്ന് നമ്മൾ കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ വിശ്വസിക്കുന്ന ആളുകളുടെ ഗുണം ഇബാദുർ റഹ്മാനിന്റെ ഗുണമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ രൂപത്തിൽ ശക്തമായ ഹൃദയ സാന്നിധ്യം ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടും. രാത്രി നമസ്കാരങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ശക്തമായ ഹൃദയ സാന്നിധ്യമുള്ള, ദീനിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള സാന്നിധ്യം നമ്മൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ദഅ്വാ പ്രവർത്തനത്തിൽ ഊർജം ഉണ്ടാകുമെന്നുള്ളതാണ്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു അവന്റെ മലക്കുകളോട് പറയുമെന്ന് നമുക്കറിയാം. എന്താ പറയാ? അള്ളാഹു അവന്റെ മലക്കുകളോട് അഭിമാനത്തോടു കൂടി പറയും, എന്റെ പക്കലുള്ള അനുഗ്രഹങ്ങളെ ആശിച്ചും എന്റെ ശിക്ഷയെ ഭയന്നും നമസ്കരിക്കുന്ന എന്റെ അടിമയെ നോക്കൂ എന്ന് അള്ളാഹു മലക്കുകളോട് പറയുമെന്ന്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള, ഒരുപാട് അനുഗ്രഹങ്ങളെ നമ്മൾക്ക് നേടിത്തരുന്ന ഒന്നാണ് രാത്രി നമസ്കാരങ്ങൾ. ആ രാത്രി നമസ്കാരങ്ങളെ നമ്മൾക്ക് ഈ വേളകളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അത് നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്, അതിനുവേണ്ടി നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. നമ്മുടെ ജീവിതം അത് അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ, അത് വെറുതെ സൃഷ്ടിച്ചതല്ല. അതിനൊരുപാട് അർത്ഥതലങ്ങളുണ്ട്. അതിലൊരു പക്ഷേ നിരന്തരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതികൾ 1-2 ദിവസം മാറി നിൽക്കുമ്പോൾ വിഷമിച്ച് പിന്നീട് അങ്ങോട്ട് അത് സ്ഥിരമാക്കേണ്ടത് ഒന്നല്ല. നമ്മൾക്ക് ലഭിക്കുന്ന അറിവുകളെ അത് കൃത്യമായി മനസ്സിലാക്കി പിന്നീട് അങ്ങോട്ട് അത് നിലനിർത്താനുള്ള ശ്രമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ അള്ളാഹുവിന്റെ കാവല് നമ്മൾക്കുണ്ടാകും, അള്ളാഹുവിന്റെ അനുഗ്രഹം നമ്മൾക്കുണ്ടാകും, അള്ളാഹു നമ്മൾക്ക് ബർക്കത്ത് നൽകും. ആ ബർക്കത്തിനെ കൃത്യമായി നേടിയെടുക്കാൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മൾ പാലിക്കേണ്ടുന്ന കൃത്യമായ ഒരു അറിവ്, ആ അറിവിനെ മനസ്സിലാക്കേണ്ടുന്ന അറിവ്, അത് കൃത്യമായി നമ്മുടെ ജീവിതത്തിലേക്ക് പാലിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം അത് വലുതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബാക്കൾക്കും ആദ്യം നിർബന്ധമാക്കി എന്ന് മനസ്സിലാക്കിയ ആ തഹജ്ജുദ് നമസ്കാരം അത് പിന്നീട് അങ്ങോട്ട് ഐച്ഛികമാക്കിയിട്ടുണ്ട് എങ്കിലും അതും വളരെ ഗൗരവമുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കഴിയുന്ന രൂപത്തിൽ അത് നിലനിർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾക്ക് അതിനുള്ള അവസരമാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇപ്പോ സുബഹി നമസ്കാരം കുറച്ച് വൈകിട്ടായതുകൊണ്ട് നമ്മൾക്ക് കുറച്ച് നേരത്തെ എഴുന്നേൽക്കുകയും അത് ഒന്ന് നമ്മളുടെ ജീവിതത്തിലേക്ക് നിരന്തരമാക്കാൻ സാധിക്കുന്ന രൂപത്തിൽ ഒന്ന് ട്രെയിൻ ചെയ്യാൻ നമ്മൾക്ക് അവസരം ലഭിക്കാൻ. നോമ്പ് വരാൻ പോവുകയാണ്. റമദാന്റെ സമയത്ത് നമ്മൾക്ക് ഉപകാരപ്പെടും ആ നേരത്തെ എഴുന്നേൽക്കാനും അവിടെ പ്രാർത്ഥിക്കാനും നമ്മൾക്ക് നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറയാനുള്ള അവസരം ലഭിക്കും. അതുകൊണ്ട് ഇന്ന് തന്നെ, നാളെ സുബഹിന്റെ മുൻപ് തന്നെ, ബാങ്ക് വിളിക്കാൻ മുമ്പ് തന്നെ എഴുന്നേൽക്കാനും നമ്മൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാനും നമ്മളുടെ പ്രശ്നങ്ങളെ അള്ളാഹുവിനോട് ഉണർത്താനും നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.